ഒമാനിൽ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അധികാരമേറ്റത്തിന്റെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം. മസ്കത്തിലെ രണ്ടിടങ്ങളിൽ നാളെ വെടിക്കെട്ട് നടക്കും. വിവിധ രാഷ്ട്രത്തലവന്മാർ സുൽത്താൻ ആശംസകൾ നേർന്നു. സ്ഥാനാരോഹണ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട 334 തടവുകാർക്ക് സുൽത്താൻ മാപ്പ് നൽകി. 2020 ജനുവരി 11 സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഒമാന്റെ ഭരണാധികാരിയായി അധികാരത്തിലേറുന്നത്. സുൽത്താൻ അധികാരമേറ്റത്തിന്റെ വാർഷിക ആഘോഷങ്ങൾക്ക് ഒമാനിൽ തുടക്കമായിട്ടുണ്ട്. ആഘോഷത്തിന്റെ ഭാഗമായി നാളെ മസ്കത്തിലെ രണ്ടിടങ്ങളിൽ വെടിക്കെട്ട് നടക്കും. രാത്രി 8 മണിക്ക് അൽഖദ് അണക്കെട്ട് പരിസരത്താണ് ആദ്യ വെടിക്കെട്ട്. തുടർന്ന് നഗരത്തിലെ മസ്കറ്റ് നൈറ്റ്സ് ആഘോഷങ്ങളുടെ ഭാഗമായി രാത്രി 8:30 ബൗഷർ വിലായത്തിൽ രണ്ടാമത്തെ വെടിക്കെട്ട് നടക്കും. സ്ഥാനാരോഹണ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട 334 തടവുകാർക്ക് സുൽത്താൻ മാപ്പ് നൽകിയിട്ടുണ്ട്. മാപ്പ് നൽകി വിട്ടയക്കുന്നവരുടെ കൂട്ടത്തിൽ ഒമാനി പൗരന്മാരും വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നുണ്ടെന്ന് ആർഒപി പറഞ്ഞു. വിവിധ രാഷ്ട്രത്തലവന്മാർ, കിരീടാവകാശികൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ സുൽത്താന് ആശംസകൾ നേർന്നു. സ്ഥാനാരോഹണ ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് ജനുവരി 15 പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആകാശാരോഹണ സ്മരണ പുതുക്കുന്ന ഇസ്രാ മിറാജിന്റെ ദിവസമായ ജനുവരി 18 രാജ്യത്ത് പൊതു അവധിയാണ്. വാരാന്ത്യ അവധികൾ കൂടി ചേർത്ത് തുടർച്ചയായി 4 ദിവസങ്ങളിൽ അവധി ലഭിക്കും. മീഡിയ 1 മസ്കത്ത്.